കേരളത്തിൽ നമ്മളൊരു കരിയർ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ മുന്നിൽ എപ്പോഴും ഒരു വലിയ ചോദ്യമുണ്ടാകും അല്ലേ? ഒരു വശത്ത് നല്ല ഉറപ്പുള്ള ഒരു PSC ജോലി, മറുവശത്ത് അവസരങ്ങൾ ഒരുപാടുള്ള പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ PSC വേണോ അതോ പ്രൈവറ്റ് വേണോ? ഈ ഒരു വലിയ കരിയർ പോരാട്ടത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ് നമ്മളിന്ന്. ഇതാണ് ആ ചോദ്യം. ഒരു സൈഡിൽ വീട്ടുകാരുടെയും സമൂഹത്തിൻ്റെയുമൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും, മറ്റേ സൈഡിലോ നമ്മുടെ സ്വന്തം സ്വപ്നങ്ങളും. അപ്പോൾ ഇത് വെറും ഒരു ജോലി തിരഞ്ഞെടുക്കുന്ന കാര്യമല്ല, നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പോരാട്ടം തുടങ്ങാം. ഫസ്റ്റ് റൗണ്ട്, സ്ഥിരതയുടെ പോരാട്ടം. അതായത് ജോലിയും ജീവിതവും എത്രത്തോളം സേഫാണ്, എത്രത്തോളം സെക്യൂറാണ്, അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. ഈ ടേബിൾ നോക്കിയാൽ തന്നെ കാര്യം ക്ലിയറാണ്. തൊഴിൽ സുരക്ഷയുടെ കാര്യത്തിൽ PSC ജോലിക്കൊരു രക്ഷയുമില്ലാത്ത മുൻതൂക്കമുണ്ട്. നാളെ പിരിച്ചുവിടുമോ എന്നൊരു പേടിയേ വേണ്ട. റിട്ടയർ ആയാലോ പെൻഷൻ റെഡിയാണ്. റിസ്ക് അത് വളരെ കുറവാണ്. പക്ഷേ പ്രൈവറ്റ് ജോലിയിലേക്ക് വരുമ്പോൾ കഥ മൊത്തത്തിൽ മാറും അല്ലേ? അവിടെ നമ്മുടെ പെർഫോമൻസും നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ നിലനിൽപ്പും ഒക്കെയാണ് നമ്മുടെ സുരക്ഷ തീരുമാനിക്കുന്നത്. ഈ വ്യത്യാസം കണ്ടോ? തൊഴിൽ സുരക്ഷയ്ക്ക് നമ്മളൊരു റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ PSCക്ക് കിട്ടുന്നത് ഫുൾ 5 സ്റ്റാർ ആയിരിക്കും. അതേസമയം പ്രൈവറ്റ് മേഖലയുടെ കാര്യം അങ്ങനെയല്ല. അതിന് കിട്ടുന്നത് വെറും 2 സ്റ്റാർ മാത്രം. ആ ഒരു ഉറപ്പ്, ആ ഒരു മനസ്സമാധാനം, അതുതന്നെയാണ് PSCയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു സർക്കാർ ജോലി തിരഞ്ഞെടുക്കുന്ന ഭൂരിഭാഗം പേരും പറയുന്ന ഒരു പ്രധാന കാര്യമിത്. പ്രൈവറ്റ് സെക്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ ടെൻഷൻ കുറഞ്ഞ, സ്ട്രെസ് ഫ്രീ ആയൊരു ജീവിതം കിട്ടും. ഈ ഒരു സുരക്ഷിതത്വത്തിനാണ് പലരും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ശരി, അപ്പോൾ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ PSC ജയിച്ചു. പക്ഷേ കളി ഇവിടെ തീരുന്നില്ല. ഇനി വരുന്നത് റൗണ്ട് 2 ആണ്. വളർച്ചയുടെയും പണത്തിന്റെയും ഓട്ടം. ആരാണ് ഈ റേസിൽ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നത്? നമുക്ക് നോക്കാം. നിങ്ങളുടെ ലക്ഷ്യം വളരെ പെട്ടെന്നുള്ള വളർച്ചയാണെങ്കിൽ സംശയിക്കേണ്ട, പ്രൈവറ്റ് മേഖലയാണ് ബെസ്റ്റ് പ്ലാറ്റ്ഫോം. ഇവിടെ നിങ്ങളുടെ കഴിവും പെർഫോമൻസുമാണ് പ്രൊമോഷൻ തീരുമാനിക്കുന്നത്. പുതിയ ടെക്നോളജി പഠിക്കാനും ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ ജോലി ചെയ്യാനുമൊക്കെയുള്ള അവസരങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. എന്നാൽ PSCയുടെ കാര്യം നേരെ തിരിച്ചാണ്. വളർച്ചയൊക്കെ ഉണ്ട്, പക്ഷേ അത് വളരെ പതുക്കെയായിരിക്കും. സീനിയോറിറ്റിയാണ് ഇവിടെ പ്രൊമോഷൻ കിട്ടാനുള്ള പ്രധാന അളവുകോൽ. പോരാത്തതിന് ഭയങ്കര കടുപ്പമുള്ള പരീക്ഷയും പിന്നെ നിയമനത്തിനായുള്ള നീണ്ട കാത്തിരിപ്പും, ഇതെല്ലാം കടന്നുവേണം ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താൻ. ശമ്പളത്തിന്റെ കാര്യത്തിലും ഈ വ്യത്യാസം നല്ലോണം കാണാം. ഒരു PSC ജോലിയിൽ സ്റ്റാർട്ടിംഗ് സാലറി ഒരുപക്ഷെ ഒരു മീഡിയം ലെവലിലായിരിക്കും, പക്ഷേ സ്ഥിരമായി ശമ്പളം കൂടുമെന്നത് ഉറപ്പാണ്. ഇനി പ്രൈവറ്റ് സെക്ടറിലോ തുടക്കത്തിൽ തന്നെ നല്ല ഹൈ സാലറി കിട്ടിയേക്കാം, പക്ഷേ ആ വളർച്ച എപ്പോഴും നിങ്ങളുടെ പെർഫോമൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്ഥിരതയാണോ വേണ്ടത് അതോ വേഗതയാണോ? അപ്പോൾ ഇനി നമ്മുടെ ഫൈനൽ റൗണ്ട്, ജോലിയും ജീവിതവും, അതായത് വർക്ക് ലൈഫ് ബാലൻസ്. പണവും സ്ഥാനവും മാത്രം മതിയോ? കുടുംബത്തിനും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും കുറച്ച് സമയം വേണ്ടേ? ഏത് മേഖലയാണ് നമുക്ക് നല്ലൊരു വർക്ക് ലൈഫ് ബാലൻസ് തരുന്നത്? ഈ വർക്ക് ലൈഫ് ബാലൻസിന്റെ കാര്യത്തിൽ സർക്കാർ ജോലികൾക്ക് വ്യക്തമായ ഒരു മുൻതൂക്കമുണ്ട്. പ്രഷർ കുറവായിരിക്കും, കൃത്യമായ അവധികൾ കിട്ടും. അതിനെല്ലാം ഉപരി കേരളത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന ആ ഒരു സാമൂഹിക അംഗീകാരവും ബഹുമാനവും, അത് വേറൊരു പ്രധാന ഘടകം തന്നെയാണ്. അതെ, ഇതാണ് ആ കിടിലൻ വർക്ക് ലൈഫ് ബാലൻസിന്റെ ഒരു പ്രധാന രഹസ്യം. കൃത്യസമയത്ത് ജോലിക്ക് വരാനും അതേപോലെ തിരിച്ച് വീട്ടിലേക്ക് പോവാനും പറ്റുന്നത് ഫാമിലിയോടൊപ്പം കൂടുതൽ നല്ല സമയം ചെലവഴിക്കാൻ നമ്മളെ സഹായിക്കും, അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ 2 വഴികളും ഏകദേശം കണ്ടുകഴിഞ്ഞു. ഇനി ചോദ്യം ഇതാണ്, ഇതിൽ ഏതു വഴിയാണ് നിങ്ങളുടേത്? നിങ്ങളുടെ വിജയത്തിന്റെ നിർവചനം എന്താണ്? നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ടത് പണത്തേക്കാൾ ഉപരി ഒരു സുരക്ഷിതത്വവും സമാധാനപരമായ ഒരു ജീവിതവുമാണോ? പതുക്കെയുള്ള വളർച്ചയൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ? എങ്കിൽ ഒരു പക്ഷേ ഒരു PSC ജോലിയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ചേർന്നത്. എന്നാൽ നിങ്ങൾ വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? വളരെ പെട്ടെന്ന് കരിയറിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പുതിയ കാര്യങ്ങൾ പഠിക്കാനും കുറച്ച് റിസ്ക് എടുക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പ്രൈവറ്റ് മേഖല നിങ്ങൾക്ക് മുന്നിൽ വലിയ അവസരങ്ങളുടെ ഒരു ലോകം തന്നെ തുറന്നുതരും. അപ്പോൾ എന്താണ് നമ്മുടെ ഫൈനൽ വേർഡിക്റ്റ്? ഈ 2 കരിയർ പാതകളെയും ഒറ്റ വാക്കിൽ നമുക്കെങ്ങനെ ചുരുക്കി പറയാം? അപ്പോൾ ഇതിൻ്റെ ഒരു കാതലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഒരു PSC ജോലി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് നല്ല സ്റ്റെബിലിറ്റിയും സമാധാനവുമാണ്. അതേസമയം പ്രൈവറ്റ് ജോലി എന്താണ് തരുന്നത്? നല്ല വളർച്ചയും കൂടുതൽ പണവും. അപ്പോൾ ഇതിലേതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. കാരണം ആ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നിങ്ങളുടേതാണ്, നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഈ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ആ സ്റ്റാർട്ടിംഗ് ലൈൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ കരിയർ മാരത്തോൺ ധൈര്യമായി ആരംഭിക്കുക.